എല്ലാവർക്കും സ്ട്രോബെറി ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഗീതു. നല്ല ഹെൽത്തിയും സ്പൈസിയുമായിട്ടുള്ള ഒരു വൈൻ്റെ റെസിപ്പിയുമായാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. വെറും 7 ദിവസം കൊണ്ട് തയ്യാറാക്കാവുന്ന ജിഞ്ചർ വൈൻ. ഇത് ഞങ്ങൾ ഷെയർ ചെയ്യുന്ന 7ാമത്തെ വൈൻ റെസിപ്പിയാണ്. മറ്റ് 6 വൈൻ റെസിപ്പികൾ ചാനൽ പ്ലേലിസ്റ്റിൽ നിന്ന് കാണാവുന്നതാണ്. റെസിപ്പിയിലേക്ക് കിടക്കാം. വൈനിടാനായി ഒരു വലിയ കഷ്ണം ഇഞ്ചി 150 ഗ്രാം ഉണ്ട്. ഇത് തൊലി കളഞ്ഞ് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷമാണ് 150 ഗ്രാം അളന്നെടുത്തിരിക്കുന്നത്. ഇതൊന്ന് ചതച്ചെടുക്കണം. ഞാനിവിടെ മിക്സിയുടെ ചെറിയ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താണ് ചതയ്ക്കുന്നത്. അങ്ങനെ വേണമെന്നില്ല, ഇടിക്കല്ലുള്ളവർക്ക് അതിലിട്ടൊന്ന് ചതച്ചെടുത്താലും മതി. അപ്പോൾ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ചതയ്ക്കാനാണെങ്കിൽ ഇഞ്ചി ചെറിയ കഷ്ണങ്ങളായിട്ട് ആദ്യം ഒന്ന് മുറിച്ചെടുക്കണം. അതിനുശേഷം നമുക്കത് ജാറിലേക്ക് ഇടാം. മിക്സിയുടെ ജാറിൽ കൊള്ളുന്ന അളവിൽ 1-2 പ്രാവശ്യമായിട്ട് 150 ഗ്രാം ഇഞ്ചി ഒന്ന് ചതച്ചെടുക്കാം. ഇത് അരച്ച് പേസ്റ്റ് ആക്കി എടുക്കരുത്, നമുക്ക് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി. അപ്പോൾ പൾസ് ബട്ടൺ യൂസ് ചെയ്ത് 4-5 പ്രാവശ്യം ഒന്ന് ചതച്ചെടുക്കുക. ഞാനിവിടെ 5 പ്രാവശ്യം പൾസ് ചെയ്ത് ഈ രീതിയിലൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇഞ്ചി ഒട്ടും അരഞ്ഞിട്ടില്ല, ജസ്റ്റ് ചതഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ ചതച്ചെടുത്തത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിലൊട്ടും ചതയാതെ നമ്മൾ ഇട്ട് കൊടുത്ത കഷ്ണങ്ങൾ അതേ സൈസിൽ കിടപ്പുണ്ട്. അത് വീണ്ടും മിക്സിയിലേക്ക് ഇട്ട് ഒന്നുകൂടെ ഒന്ന് ചതച്ചെടുക്കാം. ഇപ്പോൾ മുഴുവൻ ഇഞ്ചിയും ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇഞ്ചി ഒന്ന് വേവിച്ചെടുക്കണം. അതിനായി ഒരു പാനിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 വറ്റൽമുളക് ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്. നല്ല സ്പൈസി ആയിട്ടുള്ള വൈൻ ഇഷ്ടമുള്ളവർ ഇത് ചേർത്താൽ മതി. നല്ല സ്പൈസി ആയിട്ടിരിക്കേണ്ടവർ ഇത് മുറിച്ചിട്ട് കൊടുക്കുക. ഞാനിവിടെ മുറിക്കാതെയാണ് ചേർക്കുന്നത്. അടുത്തായിട്ട് ഇതിലേക്ക് സ്പൈസസ് ചേർക്കാം. 3 ഏലക്ക, 6 ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം പട്ട. സ്പൈസസിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർ ഇത് ചേർക്കുമ്പോൾ ഒന്ന് ചതച്ചിട്ട് ചേർത്താൽ ഇതിൻ്റെ ഫ്ലേവർ വൈനിൽ കൂടുതൽ കിട്ടും. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിക്കാം. 1.5 ലിറ്റർ വെള്ളമാണ് ചേർക്കുന്നത്. ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇത് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ പെട്ടെന്ന് തിളച്ച് കിട്ടാൻ വേണ്ടി ഹൈ ഫ്ലെയിമിലിട്ട് മൂടി വയ്ക്കാം. അപ്പോൾ ഈ സമയത്ത് ദൂരേക്കൊന്നും പോകരുത്, ഇത് പൊങ്ങി പുറത്ത് ചാടിപ്പോകും. അതായത് ഇപ്പോൾ നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ലോയ്ക്കും മീഡിയത്തിനും ഇടയിലേക്ക് മാറ്റാം. അപ്പോൾ ഈ ഒരു രീതിയിൽ 20-30 മിനിറ്റ് വരെ ഇത് തിളപ്പിക്കണം. ഇഞ്ചിയുടെ ആ കുത്തലും പച്ചച്ചൊവയൊക്കെ മാറുന്നത് വരെയാണ് നമുക്കിത് വേവിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമ്മൾ ചേർത്ത് 1.5 ലിറ്റർ വെള്ളം വറ്റി ഏകദേശം 1 ലിറ്റർ അടുത്താകും. ഇത് തിളച്ച് പുറത്ത് ചാടി പോകാത്ത രീതിയിൽ ഫ്ലെയിം എപ്പോഴും അഡ്ജസ്റ്റ് ചെയ്തിടണം. ഇപ്പോൾ ഒരു 20 മിനിറ്റ് ഞാൻ തിളപ്പിച്ചിട്ടുണ്ട്. ഇഞ്ചിയുടെ കുത്തലൊക്കെ മാറിയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് തണുക്കാനായി മാറ്റി വയ്ക്കാം. അപ്പോൾ അതിന് മുന്നേ മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര കൂടി ചേർക്കാം. 450 ഗ്രാം പഞ്ചസാരയാണ് ഞാൻ ചേർക്കുന്നത്. ഇതിലേക്ക് 300-500 ഗ്രാം വരെയുള്ള അളവിൽ പഞ്ചസാര ചേർക്കാം. അപ്പോൾ പഞ്ചസാരയുടെ അളവ് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർക്കുക. നല്ല മധുരം വേണ്ടവർ 500 ഗ്രാം വരെ പഞ്ചസാര ചേർക്കണം. ഈ സമയത്ത് ഇതിലേക്ക് നാരങ്ങാനീര് കൂടി ചേർക്കാം. 3 ടേബിൾ സ്പൂൺ നാരങ്ങാനീരാണ് ചേർക്കുന്നത്. അപ്പോൾ നാരങ്ങ പിഴിഞ്ഞെടുക്കുമ്പോൾ അതിൽ കുരു ഒന്നും വരാതെ ഒന്ന് അരിച്ചെടുത്തിട്ട് ചേർക്കുക. ഇനി ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. പഞ്ചസാര പൂർണ്ണമായിട്ടും അലിഞ്ഞു കഴിയുമ്പോൾ തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി വൈൻ ഇട്ട് തുടങ്ങാം. ഈ ഒരു ഗ്ലാസ് ഭരണിയിലാണ് ഞാനിന്ന് വൈൻ ഇടുന്നത്. വൈൻ ഇടാനായി ഗ്ലാസ് ജാറോ ഭരണിയാണ് ഉപയോഗിക്കേണ്ടത്. പ്ലാസ്റ്റിക്, അലുമിനിയം, ഇരുമ്പ് ഇവയുടെ ഒന്നും കണ്ടെയ്നേഴ്സ് ഉപയോഗിക്കരുത്. നന്നായി കഴുകി തുടച്ച് ഉണങ്ങിയ ജാറ് വേണം വൈൻ ഇടാനായി എടുക്കാൻ. ഇതിലേക്ക് നമ്മൾ വേവിച്ചു വെച്ചിരുന്ന ഇഞ്ചി വെള്ളം ഒഴിക്കാം. ഇത് നന്നായി തണുത്തതിന് ശേഷമാണ് ഇപ്പോൾ ജാറിലേക്ക് ഒഴിക്കുന്നത്. വൈനിടുന്ന ഭരണി കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്യരുത്. 2-3 ഇഞ്ച് ഗ്യാപ്പ് ഇട്ട് വേണം ഫില്ല് ചെയ്യാൻ. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളപ്പിച്ച ഗോതമ്പ് ചേർക്കാം. ഗോതമ്പ് മുളപ്പിച്ചോ മുളപ്പിക്കാതെയോ ചേർക്കാം. നല്ല വീര്യം കിട്ടാൻ വേണ്ടിയാണ് ഗോതമ്പ് മുളപ്പിച്ച് ചേർക്കുന്നത്. ഗോതമ്പ് എങ്ങനെ മുളപ്പിക്കാമെന്ന് ക്യാരറ്റ് വൈനിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർക്കാം. അപ്പോൾ സാധാ ഈസ്റ്റാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ചെറു ചൂടുവെള്ളത്തിൽ പഞ്ചസാരയും ഈസ്റ്റും കൂടെ ഇട്ട് 1/2 മണിക്കൂർ മാറ്റി വെച്ച് പൊങ്ങിയതിന് ശേഷം ചേർക്കണം. ഇനി ഇത് അടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. നന്നായി കഴുകി തുടച്ച് ഉണങ്ങിയ തടിത്തവി കൊണ്ട് വേണം ഇത് ഇളക്കാൻ. മറ്റ് കറികൾക്ക് ഉപയോഗിക്കുന്ന തവി എടുക്കാതിരിക്കുക. ഇതേ രീതിയിൽ എല്ലാ ദിവസവും പറ്റുമെങ്കിൽ ഒരേ സമയത്ത് ഇളക്കി കൊടുക്കണം. അതായത് രാവിലെയെങ്കിൽ എല്ലാ ദിവസവും രാവിലെ, വൈകിട്ടെങ്കിൽ എല്ലാ ദിവസവും വൈകിട്ട്. ഇനി ഇത് അടച്ചു വയ്ക്കാം. ഇത് ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ് ജാർ ആയതുകൊണ്ട് സൂര്യപ്രകാശം അടിക്കാതിരിക്കാൻ ഷെൽഫിനുള്ളിലാണ് സൂക്ഷിക്കുന്നത്. ഈ വൈൻ ഇടുന്ന ഭരണി ടൈറ്റായിട്ട് അടച്ചു വയ്ക്കരുത്.
ഇതിനുള്ളിൽ എയർ സർക്കുലേഷൻ ഉണ്ടാകണം. എയർ ടൈറ്റ് ആയിട്ടുള്ള ഗ്ലാസ് കണ്ടെയ്നർ ആണെങ്കിൽ അതിൻ്റെ അടപ്പ് ലൂസാക്കി വെച്ചിട്ട് മുകളിലൊരു തുണി വെച്ച് കെട്ടണം. ഭരണിയാണെങ്കിലും അതുപോലെ തന്നെ തുണി വെച്ച് കെട്ടണം. അപ്പോൾ വൈൻ ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ക്യാരറ്റ് വൈനിലും ബീട്രൂട്ട് വൈനിലും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ആ വീഡിയോസ് കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്ക്. ഇതിപ്പോൾ രണ്ടാമത്തെ ദിവസമാണ്. ഇതിലിപ്പോൾ നന്നായിട്ട് ഫെർമെൻറ്റേഷൻ നടക്കുന്നുണ്ട്. സോഡയിലൊക്കെ കാണുന്ന പോലെ നിറയെ ബബിൾസ് വന്ന് പൊട്ടുന്നുണ്ട്. കഴുകി തുടച്ച് ഉണങ്ങിയ തടിത്തവി കൊണ്ട് 1 മിനിറ്റ് ഇളക്കാം. അപ്പോൾ ഈ രീതിയിൽ എന്നും ഇളക്കുമ്പോൾ ഈ മുളക് തന്നെ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വൈനിന് നല്ല എരിവുണ്ടാവും. അപ്പോൾ അത്ര എരിവ് വേണ്ടാത്തവരാണെങ്കിൽ വൈൻ ഇടയ്ക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എരിവ് കൂടിയെന്ന് തോന്നിയാൽ ആ മുളക് എടുത്ത് കളയണം. ഇനി ഇത് വീണ്ടും അടച്ച് ഷെൽഫിനുള്ളിൽ വയ്ക്കാം. ഇതുപോലെ എല്ലാ ദിവസവും ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇത് 6ാമത്തെ ദിവസമാണ്. ഞാൻ ഇട്ട മുളക് രണ്ടും മുറിഞ്ഞാണ് കിടക്കുന്നത്. ഈ വൈൻ ഇപ്പോൾ നല്ല എരിവുണ്ട്. അടി ചേർത്ത് 1 മിനിറ്റ് ഒന്ന് ഇളക്കിയിട്ടുണ്ട്. ഇനി ഇത് വീണ്ടും അടച്ച് ഷെൽഫിനുള്ളിൽ വയ്ക്കാം. അതായത് ഇപ്പോൾ 8ാമത്തെ ദിവസമാണ്. നമ്മുടെ വൈൻ റെഡി ആയിട്ടുണ്ട്. ഇന്ന് ഇത് ഇളക്കരുത്. വൈൻ ഒട്ടും കലങ്ങി പോകാതെ ഭരണി സാവധാനത്തിലെടുത്ത് ഒരരിപ്പയിലൂടെ അരിച്ചെടുക്കാം. ഇതിൽ നമ്മൾ ഇഞ്ചി ചതച്ച് ചേർത്തത് കൊണ്ട് വൈൻ നല്ല ക്ലിയർ ആയിട്ട് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ഒട്ടും കലങ്ങിയിട്ടില്ല. ഇഞ്ചി അരച്ച് ചേർത്താൽ വൈൻ കലങ്ങിപ്പോകും. അപ്പോൾ അത് തെളിഞ്ഞു വരാൻ കൂടുതൽ ദിവസം എടുക്കും. അഥവാ നിങ്ങൾ വൈൻ എടുക്കുമ്പോൾ അത് കലങ്ങിയാണ് കിടക്കുന്നതെങ്കിൽ ഒരു തുണിയിൽ കൂടി ഒന്ന് അരിച്ചെടുക്കുക. ഇതിൻ്റെ അടിഭാഗത്ത് കുറച്ച് മട്ടി അടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഇതിലേക്ക് വീഴാതെ സൂക്ഷിച്ചൊഴിക്കണം. അത് സെപ്പറേറ്റ് അരിച്ച് മാറ്റി വയ്ക്കുക. ഇനി ഇത് ഈ ഒരു കുപ്പിയിൽ ഞാൻ ഒഴിച്ചു വയ്ക്കുവാണ്. വൈൻ എപ്പോഴും ഗ്ലാസ് ബോട്ടിൽസിലാണ് ഒഴിച്ചു വയ്ക്കേണ്ടത്. ഇപ്പോൾ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ബോട്ടിലാണെങ്കിൽ അത് ഷെൽഫിനുള്ളിൽ തന്നെ സൂക്ഷിക്കണം. അഥവാ ഇത് ക്ലിയർ അല്ലെങ്കിൽ വൈൻ ഊറ്റിയതിന് ശേഷം നമ്മളിപ്പോൾ വൈൻ ഇട്ട ജാറ് തന്നെ നന്നായി ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്ത് അതിലൊഴിച്ച് വയ്ക്കുക. കുറച്ച് ദിവസം അനക്കാതെ വെച്ചാൽ വൈൻ നല്ല ക്ലിയർ ആയി കിട്ടും. നല്ല വീര്യമുള്ള നല്ല ടേസ്റ്റുള്ള വൈനാണ്. ഇത് ഇഞ്ചി ആയതുകൊണ്ട് ഇത് കുടിച്ചാൽ വയറിനൊക്കെ നല്ല സുഖം കിട്ടും. ഈ ഒരു വൈനിൽ ഇനി വേണമെങ്കിൽ പഞ്ചസാര കരിച്ചൊഴിക്കുക. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും കുറച്ച് കളറും കിട്ടും. ചേർത്തില്ലെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാനിവിടെ ചേർക്കുന്നില്ല. അഥവാ നിങ്ങൾ ചേർക്കുന്നുണ്ടെങ്കിൽ 4 ടേബിൾ സ്പൂൺ പഞ്ചസാര കരിക്കുക. അത് നന്നായിട്ട് ഒരുക്കി കഴിയുമ്പോൾ അതിലേക്ക് 1/2 കപ്പ് ചൂടുവെള്ളം ഒഴിച്ച് ഒരു സിറപ്പ് ഉണ്ടാക്കുക. ആ സിറപ്പ് നന്നായിട്ട് തണുത്തതിന് ശേഷം വൈനിലേക്ക് ചേർക്കുക. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കണം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യും, ഒരാൾക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. മറ്റൊരു വീഡിയോയിലൂടെ കാണാം. നന്ദി.